പൂർവപിതാക്കളാം അപ്പസ്തോലർ ദൂരവേദർശിച്ചി ഭാഗ്യദേശം. പൂർവപിതാക്കളാം അപ്പസ്തോലർ ദൂരവേദർശിച്ചി ഭാഗ്യദേശം. ആകയാൽ ഛേദമെന്നെണ്ണി ലാഭം അന്യരെന്നെണ്ണി ലോകമാതിൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി. യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനാം അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാം അന്ത്യശ്വാസം വരെയും. ജീവനെന്നേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ, ജീവനെന്നേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ, ശുദ്ധ പാളുങ്കിൻ കടൽ തീരത്ത് യേശുവിൻ പൊന്മുഖം മുത്തിയിടും ഞാൻ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനാം അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാം അന്ത്യശ്വാസം വരെയും. കാലം കഴിയുന്നു നാളുകൾ, ആമേൻ, കർത്താവിൻ വരവും സമീപമായി. കാലം കഴിയുന്നു നാളുകൾ പോയി, കർത്താവിൻ വരവും സമീപമായി. മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്ക നിന്നാത്മാവിനാൽ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനാം അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാം അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാം അന്ത്യശ്വാസം വരെയും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കുമാറാകട്ടെ. നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. പാട്ടുകാരൻ പാടിയതുപോലെ നമുക്കും പറയാനുള്ളൂ, ജീവനൻ യേശുവിൽ വെച്ചിട്ട് ഹല്ലേലൂയ അർപ്പിച്ച് നമ്മൾ അക്കരെ വീട്ടിലെത്തും. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. വിശേഷാൽ സഹോദരി നമ്മളോടൊപ്പം ഉണ്ട്. ഈ ആരാധനയിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് വീണ്ടും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. നാം വായിച്ച വേദഭാഗം 43 സങ്കീർത്തനമാണ്. അതിൻ്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചിട്ട്. 5-ാം വാക്യം. ആ ആ ആ എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കണം ഓരോ ദിവസവും കഴിയും തോറും. ഹല്ലേലൂയ. സ്തോത്രം. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവവേദലിൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവാണ്. ആ പ്രത്യാശയെ പുതുക്കുന്നത് എപ്പോഴും നമ്മൾ പാടണം. ഭക്തന്മാർ നമുക്ക് മുൻപേ പോയവർ ജീവൻ അവർ യേശുവിൽ അർപ്പിച്ചിട്ട്
അക്കരെ നാട്ടിലോട്ട് പോയി. നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ കേട്ടല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുയേശുവിൽ നമ്മളെ തിരഞ്ഞെടുത്തു. വാഗ്ദത്ത പ്രകാരം ക്രിസ്തുവിൽ നമ്മളെ മക്കളും കൂട്ടവകാശികളുമാക്കി തീർത്തു. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശ എപ്പോഴും പുതുകി വരണം, സ്നേഹം എപ്പോഴും പുതുകി വരണം. കർത്താവിൻ്റെ നാളോളം ഇത് പുതുകി വരുന്നവരായി തീരണം. ഹല്ലേലൂയ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? പ്രത്യാശ പുതുങ്ങുന്നവരായിരിക്കണം. തിരിച്ച് നമുക്ക് എബ്രായ ലേഖനത്തിലേക്ക് വരാം. പ്രത്യാശ പുതുക്കുന്ന ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 18 തൊട്ട് 19 വരെ വാക്യം വായിച്ചിട്ടെ. 18 to 19 രണ്ട് വാക്യം ഒരുമിച്ച് ചേർന്ന് വായിച്ചേ. ഹീബ്രു ചാപ്റ്റർ 6 വേഴ്സ് 18 to 19. ആ ആ ആ ആമേൻ. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയപ്പോൾ എബ്രായ സഭയ്ക്ക് പൗലോസ് എഴുതിയതെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. അതിൻ്റെ ടൈറ്റിൽ എഴുതിയിട്ടില്ലാത്തതുകൊണ്ട് നമുക്കറിയില്ല. എങ്കിലും പൗലോസ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അവരോട് പറയുക, നിങ്ങൾ വിശ്വാസത്തിൽ എന്ത് ചെയ്യണം? സ്ഥിരതയുള്ളവരാകണം. നിങ്ങൾക്ക് പ്രത്യാശ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. എന്താണ് ആ പ്രത്യാശ? ക്രിസ്തുവിൽ നമുക്ക് തന്നിരിക്കുകയാണ്, ഒരു നങ്കൂരം പോലെ. ഞാൻ ഇന്നലെ രാത്രിയിലും പറഞ്ഞു, പ്രത്യാശയില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം നിരാശപ്പെടും. ഹല്ലേലൂയ. എന്തിനാ? പ്രത്യാശയില്ലെങ്കിൽ നമ്മൾ മറ്റു ശേഷം മനുഷ്യരെ പോലെ നമുക്കൊരു വിശേഷതയില്ല, നമുക്കൊന്നിനെക്കുറിച്ച് അറിവില്ല. 1 തെസ്സലോനിക്കർ 4:13 പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിനെ നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത്. ദൈവമക്കളാകുന്ന നമുക്ക് ദൈവവചനത്തിനകത്ത് ഞാൻ എപ്പോഴും പറയുന്ന നല്ല അറിവുണ്ടായിരിക്കണം. ലോകത്തിൻ്റെ ഒരറിവും ഇനി നമുക്കില്ലെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ഒരറിവുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നമ്മുടെ പിന്നാലെ നമുക്ക് അറിവ് കിട്ടും. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ ഇത് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനമാണ്, നമ്മുടെ മുഖപ്രകാശ രക്ഷയാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയും, ഞങ്ങൾ ഇനിയും അവനെ എന്തു ചെയ്യും? സ്തുതിക്കും. ഹല്ലേലൂയ, സ്തോത്രം. പ്രത്യാശയില്ലാത്ത ലോകത്ത് നമ്മൾ ജീവിക്കുക. എന്നാൽ ക്രിസ്തുവിൽ നമുക്ക് പ്രത്യാശ തന്നു. പൗലോസ് പറയുകയാണ്, ആ പ്രത്യാശ ക്രിസ്തുവേശുവിൽ ഒരു നങ്കൂരം പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ കടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷീണിപ്പാൻ ഇടവരുത്തത്തില്ല. എന്തുകൊണ്ടെന്നാൽ ഹല്ലേലൂയ, സ്തോത്രം. വചനം പറയുന്നത് ഇങ്ങനെയാണ്, അവർ തടവുകാരോട് ആ സഹതാപം കാണിച്ചു. ഇവർ കൂത്തുകാഴ്ചയെ നമ്മൾ ദൈവത്തിൽ വായിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോഴത്തേക്ക് ഇവിടെ ഒന്നും കിട്ടിയില്ല. ഇന്നത്തെ കാണുന്ന പെന്തിക്കോസിൻ്റെ കാര്യമല്ല ഞാനീ പറയുന്നത്. 1-ാം നൂറ്റാണ്ടിൽ ഇറങ്ങി തിരിച്ച ഭക്തന്മാരുടെ കാര്യം വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഇന്നത്തെ അല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ നമ്മൾ അനുകരിക്കുന്ന പെന്തിക്കോസുകാരാകാതെ അനുഭവിക്കുന്ന പെന്തിക്കോസുകാരായിത്തീരുന്നാൽ ഈ വചനത്തിന് അന്നും ഇന്നും ഒരു നാളും മാറ്റമില്ല. ഈ വചനപ്രകാരം ഞാൻ എന്നും പറയുന്ന പോലെ നമ്മളെ വെച്ച് ന്യായം വിധിക്കുന്ന പുസ്തകം ഇതാ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ കഴിഞ്ഞ രാത്രിയിലും പറഞ്ഞ പോലെ ആരെന്ന് പ്രസംഗിച്ചാലും വേദപുസ്തകത്തിനകത്ത് ഉണ്ടോ എന്ന് നോക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം ദൈവമക്കളാകുന്ന നമ്മൾക്കുണ്ട്. എല്ലാം നമുക്ക് വിഴുങ്ങാൻ പറ്റത്തില്ല. വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ദൈവം അതിന് ഉത്തരവാദിയാകത്തില്ല. എന്നാൽ വേദപുസ്തകത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ദിനവും പരിശോധിച്ച് ഹല്ലേലൂയ നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരെ ഭയത്തോടെ മുന്നോട്ട് നയിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. പ്രത്യാശയില്ലെങ്കിൽ ഈ ലോകത്തിലൊന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാവോ? പ്രത്യാശയുള്ളവരായിരിക്കണം. നമ്മുടെ കർത്താവിൻ്റെ വരവിനെ ഓർക്കുമ്പോൾ നമ്മൾ എപ്പോഴും പ്രത്യാശയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറഞ്ഞ്, എൻ്റെ നീതിമാൻ എങ്ങനെ ജീവിക്കും? ചുമ്മാ ജീവിക്കുന്നൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. വിശ്വാസം ഇല്ലെങ്കിൽ ഒക്കത്തില്ല. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൻ്റെ അവസാന പാർട്ടൊന്ന് വായിച്ചേ. എന്തുകൊണ്ടാണ് നമുക്ക് പ്രത്യാശ ഉള്ളതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. വായിച്ചേ, 12:2 ലാസ്റ്റ് പാർട്ട് വായിച്ചു. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കണം. എന്നിട്ട് പറയാ, തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം. യേശുക്രിസ്തു മരിക്കാൻ പോവാ. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തപ്പോൾ അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. എന്നിട്ട് ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നു. ശത്രുക്കൾ തൻ്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ പ്രത്യാശ പുതുക്കണം. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന സമയമെല്ലാം കർത്താവിന് വേണ്ടി ആയിരിക്കണം. ഹല്ലേലൂയ. മോനെ പാടാനാ തന്നെങ്കിൽ ആ പാടിക്കോണം, അത് വായിക്കാനാണെങ്കിൽ വായിച്ചോണം. ഹല്ലേലൂയ. ദൈവം തന്ന കൃപ പ്രസംഗിക്കാനാണോ നീ പ്രസംഗിച്ചോണം, സുവിശേഷം പറയാനാണോ സുവിശേഷം പറയാനോ പൊക്കോണം. ഇതിനെല്ലാം പ്രത്യാശ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നല്ല പ്രത്യാശയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ യൗവനം കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുത്താൽ അത് കഴുകൻ്റെ ശക്തി പോലെ വരും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനം നിറയണം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? അപമാനം അലക്ഷ്യമാക്കി. ഹല്ലേലൂയ. ക്രൂശിനെ സഹിച്ചു.
ഹല്ലേലൂയ സ്തോത്രം. ക്രൂശിനെ ദൈവം സഹിച്ചു. അപമാനം ഉണ്ടായിരുന്നു, മൊത്തം ക്രിസ്തുവിൻ്റെ അപമാനമായിരുന്നു. ആ ക്രിസ്തുവിൻ്റെ അപമാനം നമ്മളെ ഓർത്തപ്പോൾ കർത്താവ് അപമാനത്തെ അലക്ഷ്യമാക്കിയിട്ട് ക്രൂശിനെ സഹിച്ചു. എന്നിട്ട് ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരുന്നു. എനിക്കും നിങ്ങൾക്കും നിത്യനരകത്തിൽ നിന്ന് വീണ്ടെടുപ്പ് തരാൻ വേണ്ടി കർത്താവ് ചില അപമാനമൊക്കെ ഏറ്റെടുത്തപ്പോൾ ദൈവമക്കളാണ് നമുക്ക് പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമുക്ക് അപമാനമുണ്ട്. ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഹല്ലേലൂയ. 1-ാം നൂറ്റാണ്ടിലെ ഭക്തന്മാർ കടന്നുപോയപ്പോൾ അവർ കൂത്തുകാഴ്ചയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. ഈ ലോകത്തിന് അവർ കൂത്തുകാഴ്ചയായി തീർന്നു. ഹല്ലേലൂയ. അതൊക്കെ കിട്ടുമ്പോഴും അവരുടെ പ്രത്യാശ, ഞങ്ങൾക്ക് മുമ്പിൽ ഒരു സ്ഥിരതയോടെ ഒരു ഓട്ടമൊടി ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ഞങ്ങളുടെ മരുഭൂപ്രയാണം ഞങ്ങൾ ഭയത്തോടെ കഴിക്കുമെന്ന് പറയണം. ഹല്ലേലൂയ സ്തോത്രം. പ്രത്യാശ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ പ്രത്യാശ ഒരു നങ്കൂരമായി ക്രിസ്തുയേശുവിൽ നമ്മുടെ അകത്തിട്ടിരിക്കുമ്പോൾ എൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കണം. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ എപ്പോഴും പുതുക്കി വരണം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ കർത്താവിനെ നമ്മൾ എപ്പോഴും നോക്കുന്നവരായിരിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. അവിടെ എബ്രായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഫിക്സ് യുവർ ഐസ്. ആരെ വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ എന്തൊരു ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ഒരിടത്തോട്ട് തന്നെ ഫോക്കസ് ചെയ്യുകയാണെന്ന് ആലോചിച്ച് വയ്ക്കേ. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ മുഖത്തോട്ട് നമ്മുടെ കണ്ണ് ഫിറ്റ് ചെയ്താൽ പിന്നെ വേറെ എങ്ങോട്ടും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ബാക്കി കാര്യങ്ങളെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തരും. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസവും നാട്ടിലായിരുന്നു നമ്മൾ പറഞ്ഞ കാര്യമുണ്ട്. നമുക്ക് തന്ന സമയം എന്ന് പറയുന്ന സമയം തക്കത്തിൽ ഉപയോഗിച്ചോണം. ഇന്നത്തെ സമയം ദൈവത്തിന് വേണ്ടി തന്നത് ഇനി പിന്നെ നാളെ കിട്ടുമെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ദിനം സമയം തക്കത്തിന് ഉപയോഗിച്ചണം. ഹല്ലേലൂയ. സുവിശേഷം പറയാനാണെങ്കിൽ സുവിശേഷം പറയണം. ഈ ദിവസങ്ങളിൽ നമ്മളെ അതിനുവേണ്ടി ദൈവം ഒരുക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവ് അടുക്കുമ്പോൾ പല കാര്യം ഒന്നുമില്ല, സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. യാത്രയൊന്നും ഇനിയൊന്നും ഒരു യാത്രയൊന്നും സുഗമമായിട്ടൊന്നും അറിയത്തില്ല. എവിടെ ചെല്ലുന്ന എന്താ സംഭവിക്കുന്നതൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാൽ ദൈവ പൈതലിൻ്റെ പ്രത്യാശ എങ്ങനെ വന്നാലും കർത്താവ് വന്നാൽ പോകണം. ഹല്ലേലൂയ സ്തോത്ര സ്തോത്ര സ്തോത്രം. അതിനുവേണ്ടി നമുക്ക് ഒരുക്കമായിരിക്കണം. നമുക്ക് പറയണം, ഉത്തമമായ ഒരു സമ്പത്ത് സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളുടെ കൂടാരമാകുന്ന ഭൗമഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത നിത്യമായൊരു കെട്ടിടം ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലുണ്ടെന്ന് പറഞ്ഞ വേണ്ട ആയിരിക്കണം നമ്മുടെ ക്രിസ്തീയ പ്രയാണം കഴിപ്പാനായിട്ട്. ഹല്ലേലൂയ സ്തോത്ര സ്തോത്രം. ഓടി അനേകർ തളർന്നുപോയ പോർക്കളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഉപദേശത്തിൽ നിലനിൽക്കണം, ദൈവവചനത്തിൽ നിലനിൽക്കണം, പ്രാർത്ഥനയിൽ നിൽക്കണം, കൂട്ടായ്മയിൽ നമ്മൾ നിൽക്കണം. അന്യോന്യം എന്ത് ചെയ്യണം? സ്നേഹം വർദ്ധിക്കണം. അന്യോന്യം ഉപദേശത്തിൽ നിലനിർത്തണം. ഒരുവൻ ക്ഷീണിച്ചിരിക്കുമ്പോൾ അവനെ വാക്കുകൊണ്ട് താങ്ങേണ്ടതിന് ശിഷ്യന്മാരുടെ നാവെനിക്ക് തന്നെന്ന് യശോപ്രവൃത്തി നമ്മൾ വായിക്കുന്നത് പോലെ ക്ഷീണിച്ചിരിക്കുന്നിടത്ത് എന്ത് ചെയ്യണം? തളർന്നിരിക്കുന്ന ബലപ്പെടുത്തണം. വചനം പറഞ്ഞ് അവനെ ബൂസ്റ്റ് ചെയ്യണം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉത്തരവാദിത്വം അതായിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ജീവിതത്തിൻ്റെ അവസാന നാഴിക വരെ ജീവിച്ച പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. അനേകരെ ഞങ്ങൾ താങ്ങി, അനേകരെ ബലപ്പെടുത്തി. ഞങ്ങൾ ബലഹീനരാണ്, എങ്കിലും ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ അനേകരെ എന്ത് ചെയ്തു? ബലപ്പെടുത്തി. എന്തുകൊണ്ടെന്നാൽ നമുക്ക് മുമ്പിൽ ഒരു ഓട്ടം വെച്ചിട്ടുണ്ട്. അത് നമുക്ക് സ്ഥിരതയോടെ ഓടുവാനായിട്ട് ഇടയായിത്തീരണം. നമ്മുടെ പ്രത്യാശ വർദ്ധിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ സ്തോത്ര സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് പെട്ടെന്ന് തീർന്നു പോകുന്ന സംഭവം ജീവിതമാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഇത് എപ്പോഴും തീർന്ന് ആർക്കും ഒന്നും അറിയാൻ മേലാത്തൊരു കാലത്ത് ജീവിക്കുക. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കണം. ഹല്ലേലൂയ സ്തോത്രം. എപ്പോഴും പറയും നമ്മൾ ഇവിടുത്തുകാരല്ല. ഇനിയിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ, നമ്മൾ ജീവിക്കുന്ന ഭൂമി അല്ലെങ്കിൽ നമ്മുടെ വീട് നമ്മളിപ്പോൾ ആധാരം എഴുതി നമ്മുടെ ആണെന്ന് പറഞ്ഞു വെച്ചിരിക്കുക. ഇത് അടുത്ത നിമിഷം കഴിയുമ്പോൾ വേറെ ആരുടെ കയ്യിലിരിക്കും. ഇവിടെ ഒന്നും നിലനിൽക്കുന്നതില്ല. എന്നാൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തനുമായ കർത്താവിൻ്റെ മുഖത്തുനിന്ന് നോക്കണം. അവിടെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഉത്തമമായൊരു സമ്പത്തുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചിലായിരുന്നപ്പോഴും അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കാറ്റഗറി തിരിച്ച് ദൈവമക്കൾക്ക് ഭവനമുണ്ട്. പൗലോസിന് കിട്ടിയ തേജസ് നമുക്ക് കിട്ടുമോ? നമ്മൾ എന്നാ ചെയ്തിട്ട് കിട്ടാൻ? ഞാൻ എന്നാ ചെയ്തിട്ട് കിട്ടാൻ? അവരുടെ തല പോയി. അവർ തേജസ്സും കൊണ്ട് തന്നെ വ്യത്യാസമുണ്ടെന്ന് കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. എല്ലാവരെയും കൊണ്ട് ഒരുമിച്ചിടത്തില്ല. നേഴ്സുമാർക്ക് പറ്റുന്ന അവർക്ക് റൂമുണ്ട്. മാനേജർ പറഞ്ഞ മാനേജർക്ക് റൂം. ഇവിടെ കാറ്റഗറി തിരിച്ചാ ദൈവം ഇത് വെച്ച് ഭൂമിയിൽ മനുഷ്യൻ വെച്ചിരിക്കുന്നെങ്കിൽ സ്വർഗത്തിൽ തേജസ്സും കൊണ്ട് വ്യത്യാസമുണ്ട്. ക്രിസ്തുവിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് വ്യത്യാസമുണ്ട്. അവിടെ തേജസ് കൊണ്ട് ശോഭിക്കുന്നവരായിത്തീരും. ഹല്ലേലൂയ. അപ്പോൾ ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ജീവവൃക്ഷത്തിൻ്റെ അവകാശം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം ഞാൻ നിങ്ങൾക്ക് തിന്നാൻ തരും. ആർക്കാ? ജയിക്കുന്നതിന് മാത്രമേ കിട്ടത്തുള്ളൂ. നമ്മൾ തോക്കാൻ ഇറങ്ങിയവരല്ല. എന്ത് കഷ്ടം സഹിച്ചായാലും നിത്യതയിലെത്തണം.
വീട്ടിലെത്തണം. ഇവിടെ എന്തെല്ലാം പോയെന്ന് പറഞ്ഞാലും നിത്യത കൈവശമാക്കി എപ്പോഴും ഓടിക്കണം. ക്രിസ്തുവിനെ വിട്ടുപോകാതെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കുക. എന്തെന്ന് പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന പോലെ ഇതിനോട് ചേർന്ന് ആ സ്നേഹത്തിൽ നമ്മൾ എപ്പോഴും സന്തോഷത്തോടെ മുന്നോട്ട് യാത്ര ചെയ്യുന്നവരായിത്തീരണം. ഹല്ലേലൂയ, സ്തോത്രം. അതിനുവേണ്ടി ആയിരിക്കണം ഇനി നമ്മുടെ ഓട്ടമൊക്കെ സുവിശേഷീകരണത്തിനും ആത്മാക്കളെ നേടാനും സുവിശേഷം പറയാനും പോലും നിന്നെ അവമാനമൊക്കെ സഹിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യില്ലേ? നമ്മളെ അനുഗ്രഹം അനുഭവിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടവരാ. പത്രോസ് ലേഖനം എഴുതി പറയുന്നത് നിങ്ങളെ അനുഗ്രഹം അനുഭവിക്കപ്പെടുവാൻ വിളിച്ചൊരിക്കുന്നവരാ. അതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. എന്നാൽ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന പ്രത്യാശയെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പോകുമ്പോൾ എൻ്റെ പുറകെ ഒരു മനുഷ്യൻ വരത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം നാട്ടിലെത്തി പറഞ്ഞത്, എന്നെ അടക്കി വെച്ച് എല്ലാവരും പഫ്സും കോഫിയും കുടിച്ചിട്ട് വീട്ടിൽ പോകും. എന്നാൽ ഞാൻ ഞങ്ങളുടെ ബന്ധുക്കാരോട് പറഞ്ഞ കാര്യം പറഞ്ഞു, ആരും വരത്തില്ല കൂടെ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറഞ്ഞ പോലെ ചിലപ്പം ഒരു ശവപ്പെട്ടി ചിലപ്പോൾ നല്ലതായിട്ട് മേടിച്ച് തന്നിരിക്കും. ഇത്ര നാൾ പുള്ളി കൂടെ നടന്നിരുന്നത്. എന്നാൽ ശവപ്പെട്ടിയല്ല നമുക്ക് വിഷയം, നമ്മൾ മേളിലോട്ട് പോകുന്ന നമ്മുടെ വിഷയം. ഈ ദിവസങ്ങളിൽ ആത്മാവിൽ ഒരുക്കമുള്ളവരായി ഹല്ലേലൂയ കർത്താവിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പറയാൻ നമുക്കൊരു മടി ഉണ്ടാകത്തില്ല. ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ല നമ്മൾ ക്രിസ്തുവിനെ കാണാൻ ഇറങ്ങിത്തിരിച്ചത്, നമ്മുടെ വീട്ടിലോട്ട് നമ്മൾ പോകാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഈ പെട്ടകത്തിനകത്ത് കയറിക്കോണം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ നോക്കുവാൻ ദൈവം മനുഷ്യപുത്രന്മാരെയൊക്കെ നോക്കുമ്പോൾ ദൈവം അടുത്തിരിക്കുമ്പോൾ അവനെ അന്വേഷിച്ചോണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കണ്ണിന് കാഴ്ച തന്നു, വിശ്വാസം തന്നു. ഹല്ലേലൂയ, എല്ലാം കാണാൻ കർത്താവ് കേൾവി തന്നു. ഇതെല്ലാം ഒന്നുമില്ലാതെ മനുഷ്യൻ ഭൂമി ജീവിക്കുമ്പോൾ നമ്മുടെ കണ്ണൊന്നും അലച്ചു വയ്ക്കേ. ഞാൻ എപ്പോഴും പറയും, ഒരു സെക്കൻഡ് ഒന്ന് കണ്ണടച്ചാൽ തീരാവും. എന്ത് തീരും? ഒന്നും കാണത്തില്ല ഇവിടെ. ഹല്ലേലൂയ, ദൈവം ഇതിനെല്ലാം നമുക്ക് കൃപ തന്നു നമ്മൾ പറയണം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എൻ്റെ കർത്താവ് തന്നതാണ് എനിക്കുള്ളത് എന്ന് നമ്മൾ എപ്പോഴും പറയണം. എന്തുകൊണ്ടെന്നാൽ ഹല്ലേലൂയ, മനുഷ്യൻ പ്രിയപ്പെട്ടവർ ഒരു ശ്വാസമാണ്, ഒന്നുമില്ല. ഞാൻ വചനത്തിൽ കുറേ ഭാഗങ്ങൾ എഴുതി വെച്ചു. ഹല്ലേലൂയ, സ്തോത്രം. പ്രത്യാശയില്ലെങ്കിൽ ഒന്നുമില്ല, ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ, വചനം പറയുന്നത് നമ്മളൊരു ശ്വാസമാണ്, ഒരാവിയാണ്, പുല്ലാണ്, പൂവാണ്. ഇതൊന്നുമില്ല. രാവിലെ കണ്ടത് വൈകുന്നേരത്തെ മടിപ്പം നമുക്കറിയത്തില്ല. അടുത്ത ആഴ്ചയുടെ ആരാധന ഉണ്ടോ ഞാൻ എപ്പോഴും പറയും, നമുക്കറിയത്തില്ല ഇതൊന്നും. എന്നാൽ ഒരു ദൈവവൈതൻ്റെ പ്രത്യാശ എപ്പോഴും വർദ്ധിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നുകിൽ നമ്മുടെ മരണം അല്ലെങ്കിൽ കർത്താവിൻ്റെ മടങ്ങി വരവ്, ഇതെപ്പോഴും സംഭവിക്കുമെന്ന് ഓർത്തു വേണം നമ്മളിവിടെ ജീവിക്കാനായിട്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു യാത്രക്കാരാണ് നമ്മൾ. ആ യാത്രയ്ക്ക് വേണ്ടി എപ്പോഴും നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. നശ്വരമായ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ക്രിസ്തുയേശുവിലൂടെ നമുക്ക് ആ പ്രത്യാശ തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, തന്നെത്താൻ ധരിച്ച് തൻ്റെ ക്രൂശ്, പാട്ടുകാരൻ അങ്ങനെ പാടിയത്, തന്നെത്താൻ ധരിക്കണം, തൻ്റെ ക്രൂശ് എടുക്കണം, എന്നിട്ട് കർത്താവിനെ അനുഗമിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ അനുഗമിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷം ഉണ്ടാകും, നമുക്ക് ഭയങ്കര പ്രത്യാശ ഉണ്ടാകും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെല്ലാം ദൈവം തന്ന നന്മയാണ്, ദാനമാണ്. അതെല്ലാം കർത്താവിന് വേണ്ടിയുള്ളതായിരിക്കണം. വേണ്ടുന്നിടത്ത് ഉപയോഗിക്കുക, വേണ്ടാത്തടത്ത് കൊണ്ട് കളയുകയും ചെയ്യല്ലേ. അത് അതിൻ്റെ റൈറ്റ് സ്ഥലത്ത് ഉപയോഗിക്കാനായിട്ട് നമ്മൾ പ്രാപ്തരായി കർത്താവിന് വേണ്ടി ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ആയുസ്സും ആരോഗ്യവും ഇതെല്ലാം കർത്താവ് തരുന്ന, ഇതെല്ലാം ദൈവത്തിൻ്റെ എന്താണ്? ദാനമാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ദൈവത്തെ നോക്കി നമ്മൾ സന്തോഷിക്കണം. ഹല്ലേലൂയ, പ്രത്യാശ എപ്പോഴും. ഹല്ലേലൂയ, സ്തോത്രം. ജീവിതത്തിൻ്റെ അവസാന നാഴിക വരെ പ്രത്യാശയെ നമ്മൾ ഉറച്ചു നിൽക്കണം. അതൊരു നങ്കൂരമായി ക്രിസ്തുയേശുവിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം അത് തന്നിരിക്കുക. അതുകൊണ്ട് അതിനുവേണ്ടി നമ്മുടെ ഓട്ടമായിരിക്കണം. ഹല്ലേലൂയ, അവസാന നിമിഷം വരെ ഓടണം. നമ്മൾ കേട്ടല്ലോ, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുയേശുവിൽ നമ്മളെ തിരഞ്ഞെടുത്തു. കാറ്റഗറി തിരിച്ച് ഇതിനെ മാറ്റുമ്പോൾ ഹല്ലേലൂയ, എഫേസ്യരിൽ നമ്മൾ വായിക്കുന്നതിനെ അവൻ നമ്മളെ ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തു. ഇങ്ങനെ ഭൂമിയിലേക്ക് നമുക്കൊരു ആയുസ് ദൈവം തന്ന ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ചുറ്റി നടന്ന നല്ല കാര്യങ്ങളൊക്കെ കണ്ടോണം. പണ്ട് സഞ്ചാരിക്കാത്ത ആൾ പറഞ്ഞതുപോലെ, നിന്നെ ആക്കി വെച്ച് നീ ഒന്ന് ഇറങ്ങി നടന്നേ, ഈ ഭൂമിയുടെ പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ചേ. അല്ലെങ്കിൽ ദൈവം നിന്നെ ഇതിനൊക്കെ കാണാൻ വേണ്ടി വിട്ടിരിക്കും. ഞാൻ എപ്പോഴും ചിന്തിച്ചു, പാപം ചെയ്ത ഭൂമി ഇത്ര സൗന്ദര്യമുള്ളതാണെങ്കിൽ പാപം ചെയ്യുന്നതിന് മുമ്പ് എന്തായിരുന്നായിരിക്കും? ഹല്ലേലൂയ. എന്നാൽ സ്വർഗത്തിൽ ഇതിനെക്കാട്ടും വലുതായിട്ട് കർത്താവ് നമുക്കൊരുങ്ങുന്നു. ഒരു തോട്ടത്തിൽ നിന്ന് പാപം ചെയ്തത് ആദാം ഹവ്വ അവരെ ഇറക്കി വിട്ടെങ്കിൽ പുതിയൊരു തോട്ടമായ സഭയാകുന്ന തോട്ടത്തിൽ നമ്മളെ കൊണ്ട് നിർത്തി. ഹല്ലേലൂയ, ക്രിസ്തുവിൽ എപ്പോഴും ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. പാട്ടും ആരാധനയും ഈ വചനവും സന്തോഷമൊക്കെ ഒന്നുമല്ല ഞാൻ ചോദിക്കുക. പണ്ടത്തെ ഭക്തന്മാർക്കൊക്കെ ഇതായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പക്ഷേ പണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞാൽ വിശ്വാസത്തിൽ നിന്ന് അനേകരും പോയി. നമ്മൾ പാടുന്ന പാട്ടിലൊക്കെ പലരും പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു പുതിയ സഭ കർത്താവ് വരും എന്നൊക്കെ പറഞ്ഞാൽ അവരൊരു ഡേറ്റ് ഇട്ടു. കർത്താവ് വരാതായപ്പോൾ അവർക്ക് ദേഷ്യം വന്നു, അവരിട്ടേച്ച് പോയി. പക്ഷെ അവരെഴുതിയ പാട്ട് ഇന്നോളും പാടുന്നുണ്ട്. സിയോൻ ഗീതാവലിക്കകത്ത് കിടപ്പുണ്ട്. അവർ ദൈവമായി പിന്നെ.
ഹല്ലേലൂയ, സ്തോത്രം. ദൈവമായി മനുഷ്യൻ ദൈവമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുക. എന്നാൽ ഹല്ലേലൂയ, നമ്മുടെ പ്രത്യാശ അവസാനം വരെ മുറുകെ പിടിച്ച് ക്രിസ്തുയേശുവിൽ നമ്മൾ സന്തോഷത്തോടെ ഓരോ ദിവസവും നമ്മൾ ജീവിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. എന്ത് ചെയ്യണം? നമ്മളിപ്പം വന്നിരിക്കുന്നത് ഹല്ലേലൂയ ഹാബേലിൻ്റെ രക്തത്തെക്കാളും ഗുണകരം. ഈ ഹാബേലിൻ്റെ രക്തം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുന്നത്, നിന്റെ അനുജൻ്റെ രക്തം ഭൂമിയിൽ തന്നെ നിലവിളിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പോൾ നമ്മൾ എവിടെ വന്നിരിക്കുന്നതെന്നാൽ എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം ഒന്ന് വായിച്ചേ. ഹീബ്രു ചാപ്റ്റർ 12:18 ഒന്ന് വായിച്ചേ താഴോട്ട് പെട്ടെന്ന്. ആ ആ അന്ന് പുറപ്പാട് പുസ്തകത്തിലെ കാര്യം പറയാ, ഒരു മൃഗം പോലും പർവ്വതത്തെ തൊട്ടാൽ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ള നിയമം കിടക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന എബ്രായ ലേഖനകാരൻ പറയാം, ഇപ്പോൾ നിങ്ങൾ പിന്നെ എവിടെയാണ് വന്നിരിക്കുന്നത്? താഴോട്ട് വായിച്ചേ. ആ ആ ആ ഭയങ്കരമായിരുന്നു. ആ പുതുനിയമത്തിന്റെ മധ്യസ്ഥനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കലേക്കല്ലയോ നിങ്ങൾ വന്നിരിക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. അന്നൊരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ കല്ലെറിയണമെന്നുള്ള ന്യായപ്രമാണം കിടക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ സമീപസ്ഥരാക്കി തീർത്തു. ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന രക്തം. ആ രക്തം എന്ത് ചെയ്തു? നമ്മളെ വിടുവിച്ചു. അതായത് യോഹന്നാൻ 1:7 പറഞ്ഞു, ഈ രക്തം ഞങ്ങളുടെ സകല പാപവും മോചിച്ച് ഞങ്ങളെ വീണ്ടെടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ പാപത്തിൻ്റെ എല്ലാ കറകളെയും കഴുകി കളയുവാൻ യേശു തൻ്റെ രക്തം നമ്മൾക്ക് വേണ്ടി ചീന്തി. ഹല്ലേലൂയ. ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ, അത് ഓർക്കുമ്പോൾ നാം ദൈവത്തെ സ്തുതിക്കണം, സന്തോഷിക്കണം. പ്രത്യാശയില്ലാത്ത ലോകത്ത് ക്രിസ്തുയേശുവിലൂടെ നമുക്ക് തന്ന പ്രത്യാശയെ ഓർക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കണം. നമുക്കായി ഒരു ഭവനം ഒരുക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവിടോട്ട് പോകാൻ നമ്മൾ എപ്പോഴും റെഡി ആയിരിക്കണം. ഹല്ലേലൂയ. വിട്ടുപിരിഞ്ഞ് എനിക്ക് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കാൻ ആകാംക്ഷയുണ്ട്, അത് അത്യുത്തമം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അത് കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി, അവൻ്റെ ശരീരത്തിന് വേണ്ടി. ഹല്ലേലൂയ. നമ്മൾ ഈ ദിവസങ്ങളിൽ പറയേണ്ട വിഷയം അതാണ്. ഞാൻ ജീവിച്ചിരിക്കുന്നതെങ്കിൽ ഇനി എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതിന് പ്രിയപ്പെട്ട എപ്പോഴാണ് ബോംബ് വീഴുന്നോ, പൊട്ടുന്നോ, ചക്ക വീണു, ഇതൊന്നും അറിയാൻ പറ്റത്തില്ല. എന്നാൽ ഒരു ദൈവവേദനയുടെ പ്രത്യാശ എപ്പോഴും ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. പെട്ടെന്ന് വീട്ടിൽ പോകാം. ഹല്ലേലൂയ. വലിയ അടക്കമോ സംഭവമോ ഒന്നും ഇവിടെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. സ്തെഫാനോസ് മരിച്ചപ്പോൾ എല്ലാവരും അടക്കിയതൊന്നും അവിടെ എഴുതിയിട്ടില്ല. എങ്ങനെ എഴുതിയിരിക്കുന്നത്? ഭക്തിയുള്ള പുരുഷന്മാർ അവനെ അടക്കം ചെയ്തു. നമ്മുടെ ക്രിസ്തീയ പ്രത്യാശ അതാണ്. ഹല്ലേലൂയ, സ്തോത്രം. നല്ല അടക്കം കിട്ടും. ധനവാന് നല്ല അടക്കം കിട്ടി. പക്ഷേ ചെന്നപ്പം ഉട്ടായിപ്പോയി. ഹല്ലേലൂയ. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മുടെ വീട്ടിലോട്ട് നമ്മൾ പോകണം. ഹല്ലേലൂയ. എങ്ങനെയാണ് ആ ഭവനത്തെക്കുറിച്ചൊക്കെ ദൈവവചനത്തിൽ പറയുന്നത്? വെളിപ്പാട് പുസ്തകം 21 നമ്മൾ വായിക്കുമ്പോൾ ഭർത്താവിനായിട്ട് അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ, സ്തോത്രം. എങ്ങനെയാണ് അലങ്കരിച്ചിരിക്കുന്നത്? ഭർത്താവിനായിട്ടുള്ള അലങ്കരിച്ചിട്ടുള്ള ഒരു മണവാട്ടിയെപ്പോലെ. ഹല്ലേലൂയ. നമ്മൾ വിവാഹം കഴിഞ്ഞവരൊക്കെയാണ് ഹല്ലേലൂയ അലങ്കരിച്ചിരിക്കുന്നുണ്ട് അല്ലേ? എങ്ങനെയാ വിവാഹം കഴിയുമ്പോഴേ എത്രമാത്രം അലങ്കരിക്കപ്പെടാവോ, എത്രമാത്രം ബ്യൂട്ടിയായി തീരാവോ മണവാളൻ്റെ മുമ്പിൽ എന്നതുപോലെ തന്നെ നമ്മൾ കർത്താവിനോടുള്ള ബന്ധത്തിൽ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം. ഒരു ദിവസം ഇത് നടക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഇതുവരെ ആയിട്ടില്ല, നമ്മൾ ഇന്നതാവും ഇതുവരെ ആയിട്ടില്ല, നമ്മുടെ തേജസ്സൊന്നും ഇതല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഈ താഴ്ചയുള്ള ശരീരം മാറും, തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് നമ്മൾ അനുരൂപമായി രൂപാന്തരപ്പെടും. ഹല്ലേലൂയ, സ്തോത്രം. ഇതൊക്കെ ഭക്തന്മാർ കണ്ടു. ഹല്ലേലൂയ, സ്തോത്രം. അത് കണ്ടപ്പോൾ പറയുക, കർത്താവേ ഞങ്ങൾക്ക് അങ്ങ് വന്നാൽ മതിയെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ക്രിസ്തീയ പ്രത്യാശ അതാണ്. നമ്മളത് പുതുക്കണം. അതുകൊണ്ട് ഹാബേലിൻ്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിൻ്റെ അടുക്കൽ നമ്മൾ വന്നിരിക്കുന്ന വചനം, ഞാൻ എപ്പോഴും പറയുന്നത് വചനമായി തന്നെ നമ്മൾ പഠിക്കണം. ദൈവത്തിൻ്റെ വചനമായി പഠിക്കുക കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയമില്ല. ഹല്ലേലൂയ. ഇതിനെ മാർവോട് ചേർത്താൽ മതി.
തേനിനെക്കാട്ടും തേൻകട്ടയെക്കാളും മാധുര്യമേറിയ ദൈവത്തിൻ്റെ വചനം, നമ്മുടെ പ്രാണനെയും സന്ധിമജ്ജകളെയും വരെ തുളച്ചു കയറുന്ന ദൈവത്തിൻ്റെ വചനം. എബ്രായർ 4:12 പറയുക, അതുകൊണ്ട് അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. ഹല്ലേലൂയ. എത്രമാത്രം ഇത് ഫീഡ് ചെയ്ത് നമ്മുടെ അകത്ത് നിറയ്ക്കാവോ അത്രമാത്രം നിറച്ചോണം. ഹല്ലേലൂയ. സ്തോത്രം. കണ്ടെത്തി ഭക്ഷിച്ചോണം. ഹൃദയത്തിന് ആനന്ദമാകും, ഭയങ്കര സന്തോഷമാകും, ഭയങ്കര പ്രത്യാശയാകും. ഹല്ലേലൂയ. നിത്യ വീടിനെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും തരും. ഹല്ലേലൂയ. അപ്പം പറയും, ഞങ്ങളുടെ നാളുകളെ ഞങ്ങൾക്ക് എണ്ണുവാൻ കർത്താവേ നീ ഞങ്ങളെ ഉപദേശിക്കണമേ. ഹല്ലേലൂയ. ഞങ്ങൾ ഇവിടുന്ന് ഉന്മേഷം പ്രാപിക്കണം. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് സംഗീതക്കാരൻ പറയാം, ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് ഉന്മേഷം പ്രാപിക്കണം, നമ്മുടെ കർത്താവിൻ്റെ അടുക്ക ചെല്ലുകാരായിട്ട്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യാശ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നമ്മളോട് ചോദിക്കുന്ന പ്രത്യാശയെക്കുറിച്ച് എന്ത് പറയണം? ഒന്ന് വായിച്ചേ, 1 പത്രോസ് 3:15 എന്ന് വായിച്ചേ. 1 Peter chapter 3:15 എന്ന് വായിച്ചേ. 1 പത്രോസ് 3:15. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും ഒരുങ്ങിയിരിക്കണം. നമ്മൾ കേട്ടല്ലോ, മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെട്ട 10 കന്യകമാരോട് കേട്ടു, ഒരുങ്ങിയിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആത്മീയ ജീവിതം ഒരു ഒരുക്കമുള്ളതായിരിക്കണം. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മളും നമ്മുടെ കുട്ടിയും കുഞ്ഞുങ്ങളും ആബാലവൃത്തം അവിടെ കാണണം. ഹല്ലേലൂയ. സ്തോത്രം. ലോകത്തോടുകൂടെ നമ്മൾ നശിച്ചു പോകരുത്. ചില ബാലശിക്ഷയൊക്കെ കർത്താവ് ചെയ്യും. ഇതൊന്നും കണക്ക് കൂട്ടണ്ട, നമ്മൾ വീട്ടിലെത്തണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് ഇച്ചിരി റിസ്ക്കാണ്. ഈ ലോകത്തിൽ ആരും ജയിച്ചവർ, റിസ്ക് എടുക്കാത്തവർ ആരും ജയിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ദൈവവചനം അനുസരിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ചെല്ലാം. ഇല്ലെങ്കിൽ പ്രശ്നമുണ്ട്. ഇസ്രായേൽ മക്കൾ ഇറങ്ങിത്തിരിച്ചു. വായിച്ചേ എബ്രായ ലേഖനം 4-ാം അധ്യായം 1 തൊട്ട് പെട്ടെന്നൊന്ന് വായിച്ചേ. പെട്ടെന്ന് വചനം ഉറപ്പിച്ചിട്ട് നമുക്ക് നിർത്താം. എബ്രായർ 4:1 വായിച്ചേ. നമ്മൾ ഭയപ്പെടണം. ഇസ്രായേലിനെ ദൈവം വിടുവിച്ച് കനാനിലേക്ക് കൊണ്ടുപോകാൻ പുറപ്പെടുവിച്ച് പോകുമ്പോഴും ഇവരിൽ അനുസരിക്കാത്തവരെ വഴി തള്ളിക്കളഞ്ഞു, മരുഭൂമിയിൽ പെട്ടുപോയി. ഇത് പൗലോസ് ഒന്നുകൂടെ എടുത്തിട്ട് പറയുക, അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ഭയപ്പെടണം. പിന്നെ അതായിട്ട് വായിച്ചു തരി. നമ്മളും നല്ല വർത്തമാനം കേട്ടവരാ, അവരെ പോലെ തന്നെ നമ്മൾ കേട്ടവരാ. സ്വർഗീയ കനാനിലേക്ക് പോകാൻ നമ്മൾ ഇറങ്ങി തിരിച്ചവരാ. എന്നിട്ടേ എങ്കിലും കേട്ട വചനം ഉപകാരമായി തീർന്നില്ല. അതുകൊണ്ട് എബ്രായർ 2:1 പറഞ്ഞു, അതുകൊണ്ട് വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതണം. എന്തുകൊണ്ടെന്നാൽ ഈ അന്ത്യകാലത്ത് തൻ്റെ പുത്രൻ മുഖാന്തരം നമ്മൾ അരുളി ചെയ്ത ദൈവത്തിൻ്റെ വചനമായത്. അതുകൊണ്ട് ഒഴുകിപ്പോരല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശുവിനെ എപ്പോഴും നോക്കണം. ബിക്കോസ് നമ്മളെ വിളിച്ചിരിക്കുന്ന കോളിങ് ഹെവൻലി കോളിങ്ങാണ്. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കണം. വേറെ ആരെ നോക്കണ്ടെന്നേ. ഹല്ലേലൂയ. സ്തോത്രം. യേശുവിനെ നോക്കിയാൽ, ഹല്ലേലൂയ, നോക്കുന്നവരുടെ മുഖത്തോടൊക്കെ ആ യേശുവിൻ്റെ ആ തേജസ് വിളങ്ങും. നമ്മൾ ഫിക്സ് യുവർ ഐസ്, നമ്മുടെ കണ്ണ് കർത്താവിങ്കിലോട്ട് ഫിക്സ് ചെയ്താൽ മാത്രം മതി. ഇതുകൊണ്ടോ നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി ആ കോളിംഗ് ആണ്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരാളുടെ പ്രത്യാശയെക്കുറിച്ച് ചോദിക്കാണ്ട് എപ്പോഴും നമ്മൾ ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. നല്ല എല്ലാത്തിനും ഒരുക്കം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാത്തിനും അതിനെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ ആത്മീയ ഒരുക്കം കൊടുക്കണം. ഹല്ലേലൂയ. അവരെ തന്നെ ഒരുക്കി. ഹല്ലേലൂയ. ദൈവം മുമ്പാകെ വരുമ്പോൾ, ആരാധനയ്ക്ക് വരുമ്പോൾ, ദൈവസന്നിധിയിൽ വരുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അവരെ തന്നെ ദൈവസന്നിധിയിൽ ഒന്നുകൂടെ ഒരുക്കി. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, നാം കർത്താവിൻ്റെ സന്നിധി നമ്മളെ തന്നെ ഒരുക്കുന്ന ഒരു പകൽക്കാലമായി തീരണം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കർത്താവ് വന്നാൽ പോകാനുള്ള ഒരു ഒരുക്കത്തിന് വേണ്ടി, ഹല്ലേലൂയ, കറയും ചുളുക്കവും വാട്ടവും മാലിന്യമൊന്നല്ലാതെ, ഹല്ലേലൂയ, തൻ്റെ സഭയെ വേളി കഴിക്കുവാൻ കർത്താവ് മടങ്ങി വരുമ്പോൾ നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കണം. ഹല്ലേലൂയ. തൻ്റെ കാന്തയും തന്നെ തന്നെയും ചെയ്തിരിക്കുന്നു. ആരും ഇനി ഒരുക്കാൻ സാരമില്ല. പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എബ്രായ ലേഖനം 19:7-10 വായിക്കുന്ന ഇങ്ങനെയാണ്, ഹല്ലേലൂയ, അവൾ തന്നെ തന്നെ ഒരുക്കുന്നു. തൻ്റെ കാന്തയും തന്നെ നമ്മളെ തന്നെ ഒരുക്കുകയാണ്. ഹല്ലേലൂയ. ആ സമയത്ത് ഒരുങ്ങാതിരിക്കുന്നതുകൊണ്ട് അവരെയും കൂടെ ഒന്ന് എൻകറേജ് ചെയ്തോണം. ഹല്ലേലൂയ. സ്തോത്രം. ആരും നഷ്ടപ്പെട്ടു പോലെ വാതുക്കെ വന്നിട്ട് കുടവടിച്ചിട്ടേ പോകുന്നവരായി തീരുവാനിടയാകരുത്. നമ്മൾ ഇറങ്ങി തിരിച്ചു, നമ്മൾ നിത്യതയിൽ എത്തപ്പെടുന്നവരായി തീരണം. അതിനുവേണ്ടി ആയിരിക്കണം നമ്മുടെ ഓട്ടവും അധ്വാനവും. അതിനുവേണ്ടി ആയിരിക്കണം, എല്ലാം അതിനുവേണ്ടി ആയിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ആ കിട്ടുവാനുള്ള പ്രത്യാശയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ സന്തോഷമുള്ളവരായി എപ്പോഴും കർത്താവിനെ ആരാധിക്കുന്നവരായി തീരണം.
ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ലോകത്തിൻ്റെ സന്നിധിയിൽ അനേകർ മാറ്റപ്പെട്ടു, കർത്താവിൻ്റെ സന്നിധിയിൽ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, നമുക്കൊരു ദിവസം കൂടെ കർത്താവ് ആയുസ്സ് തന്നെങ്കിൽ ആ കർത്താവിനെ ആരാധിപ്പാനും ആ കർത്താവിനെ സ്തുതിക്കുവാനും ആ കർത്താവിൻ്റെ വേലയിൽ നമ്മൾ വിശ്വസ്തരായിരിക്കാനും ആയിരിക്കണം കർത്താവ് നമ്മളെ വിളിച്ചതെന്ന് ഓർത്ത് ഹല്ലേലൂയ, ആ കർത്താവിൻ്റെ കാര്യത്തിൽ നമ്മൾ ആയിത്തീരണം. നമ്മുടെ കർത്താവ് തന്നെ ഭൂമിയിലോട്ട് വന്നപ്പോൾ ഹല്ലേലൂയ പിതാവിൻ്റെ ബിസിനസ്സിൽ പങ്കാളിയായിത്തീർന്നു. 12 വയസ്സിലെ യെരൂശലേമിലെ ദേവാലയത്തിൽ വെച്ച് കർത്താവ് എവിടെ ഇരുന്നേ? ഞാൻ എൻ്റെ പിതാവിനുള്ളതിലിരിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ബിസിനസ്സുകാരായി കർത്താവിനുള്ളതിലിരിക്കണം. ഹല്ലേലൂയ. സ്തോത്ര സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതാണ് പറയുന്നത്. സങ്കീർത്തനം 49:1 വായിക്കുന്നത് ഇങ്ങനെ പറയാം, സകലരും കേൾക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ അവിടെ. 49:1 വായിച്ചേ. 49 സങ്കീർത്തനം 1 വാക്യം വായിച്ചേ. ആ, സകല ജാതികളും കേൾക്കണം എന്നീ പറയുന്നത്. എന്താ കേൾക്കണ്ടേ? ചെവിക്കൊള്ളുവിൻ. ആ ആ ആ ആ മതി. ഇത് കണ്ട, ഇത് ഒന്നുമില്ല. താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഒരു ദൈവഭയത്തിൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത്, ഞങ്ങൾ ഏതിനായി കാത്തിരിക്കുന്നു? എൻ്റെ പ്രത്യാശ നിങ്കൽ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. താമസം വിനാ നമ്മുടെ കർത്താവ് മടങ്ങി വരും. എൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അനുദിനവും നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യാശയോടെ. ഹല്ലേലൂയ. സ്തോത്രം. അതിനുവേണ്ടി ഒരുങ്ങണം. ഹല്ലേലൂയ. പ്രത്യാശ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറഞ്ഞില്ലേ, ഇച്ചിരൂടെയൊക്കെ നേരത്തെ ദൈവത്തെ നമുക്കൊക്കെ അറിയാൻ പറ്റിയതെങ്കിൽ നമ്മളെപ്പോഴും ചിന്തിക്കും, ദൈവത്തിൻ്റെ സമയത്തെ നടക്കത്തുള്ളൂ. എങ്കിലും പറയുകയാണ്, സമയം തക്കത്തിന് ഉപയോഗിക്കണം. ഹല്ലേലൂയ. സ്തോത്ര സ്തോത്രം. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ദിവസം നമ്മളിതിനെല്ലാം കണക്ക് കൊടുക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. സർവ്വഭൂമി മൂടാടി സഞ്ചരിക്കുന്ന യഹോവയുടെ 7 കണ്ണ്. ഹല്ലേലൂയ. അവനും മറഞ്ഞിരിക്കുന്ന ഒരു സംഭവമില്ല. ഇതിന് പകൽ പ്രിയരെ, ഹല്ലേലൂയ, നാം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഞാൻ എന്നും പറയും, നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കണം. ഞാൻ കാര്യം തീർക്കുന്ന നാളിൽ നിങ്ങളുടെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ഹല്ലേലൂയ. പ്രവൃത്തിയെ കാണിക്കുകയാണ് കൈ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അന്ന് നമ്മുടെ കൈ വിശുദ്ധമായിരിക്കണം. യഹോവയുടെ പർവ്വതത്തിൽ 1000 കയറും. കൈ വിശുദ്ധമായിരിക്കണം, ഹൃദയം നിർമ്മലമായിരിക്കണം. യഹോവയുടെ പർവ്വതത്തിൽ കയറണം. നിത്യതയിൽ ക്രിസ്തുവിനോടുകൂടെ വസിക്കണമെങ്കിൽ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ ആണ്. നമ്മുടെ ഹൃദയം എപ്പോഴും നല്ല ക്ലിയർ ആയിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. ഹല്ലേലൂയ. എല്ലാം വരും. നിന്ദകളുണ്ട്, പീഡകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. സ്പെഷ്യലി ക്രിസ്തീയ ജീവിതത്തിനകത്ത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിൽ അങ്ങ് ചെല്ലുന്നത് വരെ ഇവിടെ ബുദ്ധിമുട്ടുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചും ഉപവസിച്ചും ദൈവവചനം ധ്യാനിച്ചുമൊക്കെ നമ്മൾ ക്ഷീണം മാറിയൊക്കെ ഇങ്ങനെ പോകുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇതിൻ്റെ അവസാനം നമുക്കൊരു സന്തോഷമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് ഇതിനെല്ലാം ജയിച്ചു. അതുകൊണ്ട് കർത്താവിനെ നോക്കിക്കോ, ഓടിക്കോ. ഹല്ലേലൂയ. നാം ക്ഷീണിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ മുഖത്ത് നോക്കി നമ്മുടെ വിശ്വാസ പ്രയാണം ഓട്ടം ഓടി നമുക്ക് തികയ്ക്കാം. കർത്താവിൻ്റെ വരവ് താമസമില്ലാ സംഭവിക്കും. ഇതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രത്യാശ നിങ്ങളുടെ ഉള്ളിൽ വർദ്ധിച്ചു വരണം. ഹല്ലേലൂയ. ഇന്ന് പകൽ പ്രിയരെ, ദൈവത്തെ അറിയുവാൻ നമുക്ക് ഈ ഭൂമിയിൽ ഒരു കൃപ തന്നു. ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ അതനുസരിക്കാൻ ദൈവം ഒരു കൃപ നമുക്ക് തന്നെങ്കിൽ ഇതാ ഏറ്റവും വലിയ കൃപ. ഹല്ലേലൂയ. സ്തോത്ര സ്തോത്ര സ്തോത്രം. നമ്മുടെ പിന്നാലെ ആരും വന്നിട്ട് ഒരു കാര്യമില്ല, ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം നാട്ടിലെടുത്തപ്പോഴത്തേക്ക് പറഞ്ഞേ, എബ്രായ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, ഞാൻ വായിപ്പിച്ച ആളെ കൊണ്ട്. അവിടെ വായിക്കുന്നത് എങ്ങനെ? എബ്രായർ 10:10-11 വായിക്കും. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ ഒരു നാളും പരിഹരിക്കാൻ കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നത് ക്രിസ്തുവോ ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കുമായി പിതാവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, അവരുടെ കാര്യം തന്നെ ഇപ്പം കുഴപ്പത്തിൽ കിടക്കും. എന്നാൽ പ്രിയരെ, ക്രിസ്തു ഒരിക്കൽ കഴിച്ച ശരീരയാഗം നിമിത്തം എന്നേക്കും നമ്മളെ സൽഗുണപൂർത്തി വരുത്തിയെന്ന് വചനം പറയുമ്പോൾ ഇതൊന്നും ആർക്കും വേണ്ട. എന്നാൽ കൃപയാൽ ഇതൊന്ന് കണ്ട് ഈ പെട്ടകത്തിനകത്തൊന്ന് കയറുവാൻ ദൈവം തന്ന കൃപ അത് ഓർക്കുമ്പോൾ നാം ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യണം. ഹല്ലേലൂയ. സ്തോത്രം. വചനം അനുസരിക്കാത്ത ഒരാളും ദൈവസന്നിധിയിൽ ചെല്ലത്തില്ല. അത് ഏത് വലിയ പുള്ളികളാണെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ല, ദൈവത്തിൻ്റെ വചനം പറയാം. ഇതനുസരിക്കാൻ നമുക്ക് തന്നിരിക്കുകയാണ്, ഇതനുസരിക്കുന്നില്ല. മറ്റു പലതും പറഞ്ഞ് ജനങ്ങളെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ വചനം കറക്റ്റ് ഉപദേശമായി നമ്മുടെ ഹൃദയത്തിൽ കയറണം. എന്തുകൊണ്ടെന്നാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞ് ഒരു കാര്യമില്ല. ഒരാൾ ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് കാര്യമില്ല, ഒന്നും കത്തിച്ചിട്ട് ഒരു കാര്യമില്ല, ഒരു വിഷയമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മൾ എടുക്കേണ്ടത് എടുത്തേച്ച് പിന്നെയും കൊണ്ട് വളവിട്ട വല്ലൊരു കാര്യമുണ്ടോ? ഒന്നുമില്ല. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതായാലും തീയതായാലും അതിന് തക്കതായ പ്രതിഫലം പ്രാപിപ്പാൻ നാം എല്ലാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കണം. ദൈവസഭ ഒരു ദിവസം ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കും പ്രതിഫലം പ്രാപിപ്പാൻ. ശരീരത്തിലിരിക്കുന്ന നല്ലതായാലും ഇതിനെല്ലാം പ്രതിഫലം തരും. പുറകെ വന്ന് ഒരാൾക്കും ചെയ്യാൻ പറ്റത്തില്ല ഒരു കാര്യം. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ട്,
ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ നാട്ടിൽ എന്തോ ഒരു അമ്മാമ്മ പറഞ്ഞു, അച്ചായനെ അടക്കെടുത്ത് തന്നെ ഞാൻ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അച്ചായൻ പോയതാണെന്ന് അമ്മാമ്മയ്ക്ക് അറിയാവോ? ഇതൊന്നും ആർക്കും അറിയത്തില്ല. എന്നാൽ നാം പോകേണ്ട വഴി ക്രിസ്തു തൻ്റെ ദേഹമെന്ന ശിരശിലൂടെ നമുക്ക് പ്രതിഷ്ഠിച്ചിട്ടുള്ള ജീവനുള്ള പുതുവഴി തന്നു. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ അറിഞ്ഞോണം, കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചോണം, വിശുദ്ധിയോടെ ജീവിച്ചോണം. ഒന്നുകിൽ കർത്താവ് വരും, അല്ലെങ്കിൽ നമ്മളിവിടെ തട്ടിപ്പോവും. ഇത് രണ്ടിനും ഒപ്പം വേണം ഒരുങ്ങിയിരുന്നോണം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ആരും വരുത്തില്ല. ഒറ്റയ്ക്ക് നമ്മളെല്ലാം വ്യക്തിപരമായിട്ട് പോകണം. ക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് സ്വീകരിച്ചിട്ടെല്ലാം വ്യക്തിപരമായിട്ട് പോകുന്നു. പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി. ഞങ്ങളെല്ലാവരുടെ പൊരുതി ലാസ്റ്റ് എഴുതി വെച്ചിട്ട് പോയില്ല. ഞാൻ നല്ല പോർ പൊരുതി, അതുകൊണ്ട് എനിക്ക് കിട്ടും. ഇനി നിങ്ങളും അങ്ങനെ ജീവിച്ചാൽ നിങ്ങൾക്കും കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പകലിൽ പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നിരിക്കുന്ന ചെറിയൊരായുസാണ് കേട്ടോ. ആ സമയത്ത് കർത്താവിൻ്റെ വേല ചെയ്തോണം ഈ ദിവസങ്ങളിൽ നമുക്ക്. ഹല്ലേലൂയ, സ്തോത്രം. ആത്മാക്കളെ വേണോ? അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും പ്രതിഫലം വാങ്ങിക്കും. ഒരാത്മാവിനെ നേടിയ മുഴു ലോകത്തെക്കാട്ടും വിലയാണ്. ഒരെണ്ണത്തിനെ നേടിയാൽ മതി ഒരെണ്ണം. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ പെട്ടകത്തിൽ കയറിയതല്ല, അക്കരെ എത്തുവാൻ വേണം. എല്ലാവരും കയറ്റുന്നതിനിടെ കിളി താഴെ നിൽക്കല്ലേ. എല്ലാവരും കയറ്റുന്ന തിരക്ക് പിടിക്കുന്നതിന് നമ്മളും കുറിക്കണം. അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി ഒരു ഒരുക്കം കർത്താവ് നമ്മുടെ എന്ത് ചെയ്യും? സുവിശേഷം പറയാൻ കാലിന് ചെരുപ്പായിട്ട്, സമാധാന സുവിശേഷം കാലിന് ചെരുപ്പായിട്ട്. ഹല്ലേലൂയ. ഇന്ന് എൻ്റെ പ്രിയർ, ഞാൻ എത്രയോ പേരുടെ ദൈവവചനം കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ പോയപ്പോൾ പറഞ്ഞു, നമ്മളെ കണ്ണ് കർത്താവ് തുറന്നില്ല ഇത് കേൾക്കാനായിട്ടേ. ഹല്ലേലൂയ. ചക്കയെന്ന് പറയുമ്പോൾ കൊക്കെന്നാ തിരിയുന്നത്. ഇത് പറഞ്ഞ് നമുക്കൊന്നും മനസ്സിലാകാൻ ദൈവം കൃപ തന്നു. അപ്പം പല കാര്യങ്ങളും പറയാം. നിത്യതയെന്ന് പറഞ്ഞ വിഷയം ഇവിടെ കൃത്യം ഞാൻ കഴിഞ്ഞ നാട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം തിന്നവരെല്ലാം നന്നു കർത്താവിനെ അന്വേഷിച്ചു വന്നു. കർത്താവ് ഇത് കഠിന വാക്ക് അങ്ങോട്ട് പറയാൻ തുടങ്ങി. കഠിന വാക്ക് പറയാൻ തുടങ്ങിയപ്പോൾ ശിഷ്യന്മാരെല്ലാം വിട്ടേച്ചു പോയി. നമ്മളെപ്പോലുള്ള സാധാ വിശ്വാസിയൊന്നുമല്ല. ശിഷ്യന്മാർ വിട്ടേച്ചു പോയി. കർത്താവ് ഇത് കഠിന വാക്ക്, ആർക്കും ഇത് തയ്ച്ചൊക്കെ നിൽക്കാൻ പറ്റും? നീ എന്നും അപ്പവും മീനും ഒക്കെ തരുവാണേ, ഞങ്ങൾ നിൻ്റെ കൂടെയൊക്കെ വരാം. എന്നും അത്ഭുതവും അടയാളവും രോഗസൗഖ്യമൊക്കെ ഉണ്ട്, വരാം. യേശു ക്രിസ്തു നിത്യജീവൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ വിട്ടേച്ചു പോയി. ഹല്ലേലൂയ. ആ വാക്യം 6:68 ഒന്ന് വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 68-ാം വാക്യം ഒന്ന് വായിച്ചേ. 6:68. ഗോസ്പൽ ഓഫ് ജോൺ 6:68. ഹല്ലേലൂയ, സ്തോത്രം. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങളുടെ ആരും എടുക്ക പോവും? നിത്യജീവൻ്റെ വചനം നിൻ്റെ പക്കല, നിന്നെ വിട്ട് ഞങ്ങൾക്ക് പോകാൻ ഒരിടവുമില്ല. ശിഷ്യന്മാരെല്ലാം പിന്മാറിപ്പോയി. കർത്താവ് പറഞ്ഞു, പൊക്കോ, ഇത് ഫോഴ്സ് ചെയ്ത് നിർത്തുന്ന പരിപാടിയൊന്നുമല്ല. നിത്യജീവൻ വേണോ? എൻ്റെ കൂടെ നിൽക്കണം. കർത്താവ് പറഞ്ഞ വചനം കേൾക്കണം. കർത്താവ് മറുരൂപം പോലെ വെച്ചേ തേജസ്കരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കണം. മത്തായി സുവിശേഷം 17:5 ഇവന് ചെവി കൊടുക്കണം. യേശു പറഞ്ഞത് നമ്മൾ കേൾക്കാൻ ചെവി കൊടുത്താൽ വീട്ടിലെത്താം. ഹല്ലേലൂയ, സ്തോത്രം. മനുഷ്യൻ്റെ വാക്കുകൾക്കൊന്നും കുടുങ്ങി നമ്മൾ ആരും വീണു പോകല്ലേ. മോസ്റ്റ് റെവറൻ്റ് ആരെന്തോ പറഞ്ഞാലും ഞാൻ എപ്പോഴും പറഞ്ഞു, പുസ്തകത്തിൽ നോക്കണം. അത് ഏത് പള്ളിയിലച്ഛൻ വലിയ പുള്ളി പറഞ്ഞാലും, വലിയ മോസ്റ്റ് റെവറൻ്റ് പാസ്റ്റർ പറഞ്ഞാലും, ഹല്ലേലൂയ, പുസ്തകത്തിലുണ്ടോ എന്ന് ദൈവം മക്കൾ എപ്പോഴും നോക്കുന്നവരായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലാണ്. നിന്നെ വിട്ട് ഞങ്ങൾക്ക് എവിടെ പോകാനായിട്ട് പറ്റും? പ്രിയരെ, നമ്മൾ പറയണം, അല്ലേ, നിന്നെ വിട്ട് കർത്താവെ ഞങ്ങൾ എവിടെ പോവും? ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നീ ഞങ്ങളുടെ ബോട്ടിൽ എപ്പോഴും ഉണ്ടാകണേ. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസം വരുമ്പോഴേ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ കർത്താവ് എഴുന്നേക്കും, ഉണരും. ചിലതിനെയൊക്കെ ദൈവം ശാന്തമാക്കും. ഹല്ലേലൂയ, സ്തോത്രം. അക്കരെ നമുക്ക് എത്താനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ചെയ്യണം, ഈ പ്രത്യാശ ഒരു നങ്കൂരമായി നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും കടക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തമ്മിൽ പ്രബോധിപ്പിച്ച്, ശക്തീകരിച്ച്, ബലപ്പെടുത്തി ക്രിസ്തീയ ജീവിതം വളരെ ഭയത്തോടെ നമുക്ക് കഴിക്കാം. കർത്താവ് വചനങ്ങളെ നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും